വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ ശാലിനിയുടെ ബോഡി എല്ലാം എന്നറിഞ്ഞതിന് ശേഷം അവിടുന്ന് വീണ്ടും സങ്കടത്തോടുകൂടി ശാലിനിയെ കാണാത്തതിൻ്റെ വിഷമത്തിൽ കടൽ തീരത്തോട്ട് തന്നെ വിഷ്ണു വന്നിരിക്കുകയാണ്. കമലനും അനുപല്ലവിയൊക്കെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട്. പക്ഷേ വിഷ്ണു പറയുന്നു, ശാലിനിയെ കാണാൻ ഞാൻ എന്തായാലും ഇനി പോകത്തില്ല, ശാലിനി വന്നില്ല ഞാൻ തിരിച്ചു വരത്തില്ല, എനിക്ക് മരിക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള രീതി പറഞ്ഞിരിക്കുകയാണ്. കുറേ സമയം ഇവർ നിർബന്ധിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് കുറേ വൈകുന്നേരമൊക്കെയാണ് കാണിക്കുന്നത്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ അവരങ്ങ് കാണിക്കുന്നില്ല, കമലിനെയും അനുപല്ലവിയും ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെ വിഷ്ണു വിഷമത്തോടുകൂടി ശാലിനിയോട് പറഞ്ഞ കാര്യങ്ങളും എല്ലാം വിചാരിച്ച് മരിക്കണം എന്നുള്ള തന്നെ ഉദ്ദേശത്തോടു കൂടി തന്നെ കടൽ തീരത്ത് വിഷ്ണു ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് വിഷ്ണുവിൻ്റെ പുറകിൽ ഒരു കൈ വന്നിങ്ങനെ വിഷ്ണുവിനെ പിടിക്കുന്നത്. അത് മറ്റാരുമല്ല, ശാലിനിയുടെ കൈകളാണ്. ഇപ്പോൾ ശാലിനിയെ കണ്ട സന്തോഷത്തിൽ വിഷ്ണു ഭയങ്കരമായിട്ട് എന്തോ ചെയ്യണമെന്ന് അറിയാത്ത രീതി ഭയങ്കര കെട്ടിപ്പിടിച്ചും കരയുമൊക്കെയാണ്. അത്ര സമയം കാണാത്തതിൻ്റെ ആ ഒരു കാര്യങ്ങളും എല്ലാം വിചാരിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ചോദിക്കുകയാണ്, ഇത്ര നേരം എവിടെ പോയിരുന്നു, എന്നെ ഒരുപാട് വിഷമിപ്പിച്ചല്ലോ, എവിടെ പോയിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശാലിനി പറയണം, മരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോയത്, അവിടെ എന്നെ വിധി തോൽപ്പിച്ചു എന്ന് പറയുകയാണ്. അപ്പോഴേക്കും വിഷ്ണു പറയണം, വിധിയല്ല തോൽപ്പിച്ച് എൻ്റെ രക്തത്തിൽ പിറന്ന നമ്മുടെ 2 മക്കളാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ശാലിനി ഇങ്ങനെ അന്തം നോക്കുകയാണ്. ശാലിനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ രോഹിത് മാത്രം ആ കത്ത് അല്ലെങ്കിൽ ആരെ കത്ത് വായിച്ചതെന്നൊന്നും അറിയുന്നില്ലല്ലോ. ശാലിനി ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. അപ്പോഴേക്കും വിഷ്ണു പറയുകയാണ്, എല്ലാ സത്യങ്ങളും ഞാൻ തിരിച്ചറിഞ്ഞു, എൻ്റെ മക്കളാണ് സത്യം പപ്പിയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേക്കും പിന്നെ ഒന്നും പറയാൻ പറ്റാതെ ശാലിനി ഇങ്ങനെ നിൽക്കുകയാണ്. സത്യങ്ങളെല്ലാം വിഷ്ണു മനസ്സിലാക്കിയെന്ന് ശാലിനിക്ക് മനസ്സിലായി. എന്നിട്ട് കുറേ സമയം കഴിയുമ്പോഴേക്കും അവരിങ്ങനെ കടപ്പുറത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും വിഷ്ണു പറയുകയാണ്, ഇനി നീ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒന്നിച്ചാണ്, ഇനി താൻ ഒറ്റയ്ക്കല്ല, എല്ലാ കാര്യത്തിലും ഞാൻ ഒറ്റയ്ക്ക്, നമ്മൾ ഒന്നിച്ച് ആയിരിക്കും, നമുക്ക് ഒന്നിച്ചൊരു ലൈഫ് വേണം, ഒന്നിച്ച് ജീവിക്കണം, നമ്മുടെ മക്കളെ ആയിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു കളത്തീരത്തിരുന്ന് കരച്ചിലും സ്നേഹപ്രകടനവും ഒക്കെ കാണിക്കുക. വിഷ്ണുവിൻ്റെ മടിയിലൊക്കെ ശാലിനി ചാഞ്ഞ് കടന്ന് ഭയങ്കരമായിട്ട് സന്തോഷവും സ്നേഹവും ഇത്ര നാളത്തെ ആ ഒരു സ്നേഹവും എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് ഒരുപാട് സമയം അവിടെ സംസാരിച്ചതിന് ശേഷം വീണ്ടും ശാലിനിയും വിഷ്ണുവും കൂടെ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് പോവാണ്. അവിടെ ചെന്നിറങ്ങും ശാലിനിയും വിഷ്ണു ഒരു വണ്ടിയിൽ തന്നെ വന്ന് ഇറങ്ങുന്ന കാണുമ്പോഴേക്കും സത്യയും ശാരദാമ്മയൊക്കെ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. ഇവർ രണ്ടുപേരും ഒന്നിച്ച് വന്ന് നിൽക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴത്തേക്കിനുമാണ് നമ്മുടെ സത്യയെ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ വിഷ്ണു പപ്പയെ ആ അച്ഛനാണെന്ന് അറിഞ്ഞതിന് ശേഷം കണ്ട ആ ഒരു ഇതിൽ കൂടെ ഇതും എൻ്റെ മോളാണല്ലോ എന്നുള്ള രീതിയിൽ സത്യ അങ്ങ് അടിമുടി നോക്കി ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ സത്യയോട് ഒരുപാട് സ്നേഹം ഉമ്മ കൊടുക്കുകയും അങ്ങനെ ഭയങ്കര സ്നേഹപ്രകടനം കാര്യങ്ങളും ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ശാലിനി ഇത്രയും നേരം കാണാതിരുന്ന ശാരദാമ്മയുടെ ആ ഒരു ആശ്വാസവും എല്ലാം കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അങ്ങനെ അവർ എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് ഇപ്പം ശാരദാമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലാകാതെ ശാരദാമ്മ ഇങ്ങനെ അന്തം വിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്നതായിട്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ നല്ലൊരു എപ്പിസോഡാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് സീനിൽ കണ്ട് തന്നെ നമുക്ക് മനസ്സിലാത്ത നല്ല സ്ക്രീനിൽ കാണേണ്ട എപ്പിസോഡ് തന്നെയാണ്. ഇനി അതിന് ശേഷമാണ് നമ്മുടെ സത്യാമ്മയുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട്. വീട് മറ്റേ രോഹിത് ബിസിനസ്സിന് വേണ്ടിയിട്ട് ബിസിനസ് ചെയ്ത് രോഹിത്തിന് മാത്രമായിട്ട് ഒക്കെ വരുന്നൊരു സീനൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം ഇവർ കുടുംബശ്രീ വന്ന് താമസിക്കുന്നതും അങ്ങനെ സത്യങ്ങളൊക്കെ എപ്പോഴാണ് പുറത്ത് എല്ലാവരും അറിയുന്നതെന്ന് അറിയത്തില്ല. ഏകദേശം നമ്മുടെ എപ്പിസോഡിനകത്ത് ഇവിടം വരെ ഇന്ന് ശാരദാമ്മ വരെ സത്യങ്ങൾ ഏകദേശം ഇവർ ഒന്നിച്ച കാര്യങ്ങളും എല്ലാം അറിയുന്നുള്ളൂ. ബാക്കി എപ്പിസോഡിനകത്ത് വരും എപ്പിസോഡുകൾ കാണാം. അപ്പോൾ അടുത്തൊരു പ്രൊമോയെ കാണാം. നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക.